അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസങ്ങളിൽ നോമ്പ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ വിഭാഗങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. നോമ്പ് രണ്ട് രൂപത്തിലാണ് നഷ്ടപ്പെടുക. ഒന്ന് മനഃപൂർവ്വം, രണ്ടാമത്തത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഫഇൻകാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ, യാത്ര കാരണമായോ രോഗം കാരണമായോ നോമ്പ് ഇല്ലാത്തവർ. ഈ രണ്ട് വിഭാഗത്തിനെയും ഒരേ ഗണത്തിൽപ്പെടുത്തരുത്. ഒന്ന് കാരണമില്ലാതെയാണ് നോമ്പ് നഷ്ടപ്പെടുത്തിയത്, മറ്റൊന്ന് നോമ്പ് നോക്കാതിരിക്കാൻ കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ നോമ്പ് നോക്കാതിരിക്കാൻ കാരണമുള്ളവർ, അഥവാ രോഗമോ യാത്രയോ, അങ്ങനെയുള്ളവർക്ക് അടുത്ത റമളാന് മുമ്പ് ഖളാ വെട്ടിയാൽ മതി. ഒരുപാട് സമയമുണ്ട്. കാരണം നോമ്പ് നഷ്ടപ്പെട്ടത് കാരണത്തോടുകൂടെയാണ്. നേരെ മറിച്ച് മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയവർ, ഒരു കാരണങ്ങളുമില്ലാതെ നോമ്പ് നഷ്ടപ്പെടുത്തിയവർ, അവർ എത്രയും പെട്ടെന്ന് നോമ്പ് ഖളാ വീട്ടണം. ഒരു ഇളവും ഇസ്ലാം നൽകുന്നില്ല. മാത്രവുമല്ല, അടുത്ത റമളാന് വരെയും ഖളാ വീട്ടാതെ പിന്തിപ്പിച്ചാൽ അടുത്ത റമളാൻ കഴിഞ്ഞു. എന്നാൽ ഖളാ വീട്ടുകയും വേണം, മുദ് കൊടുക്കുകയും വേണം. ബുദ്ധിൻ്റെ വിഷയം കഴിഞ്ഞ വീഡിയോകളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. വർഷങ്ങൾ കൂടുന്തോറും ബുദ്ധിൻ്റെ എണ്ണം കൂടും. ഖളാ വീട്ടാതിരിക്കാൻ പറ്റൂല. ഖളാ ഒന്നേ ഉള്ളൂ, പക്ഷേ മുദ്ദിൻ്റെ എണ്ണം കൂടും വർഷങ്ങൾ കൂടുന്തോറും. നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കാരണമില്ലാതെ നോമ്പ് നഷ്ടപ്പെടുത്തിയവർ അടുത്ത റമളാന് മുമ്പ് ഖളാ വീട്ടിയാൽ മതി എന്നുള്ള ഉപാധി അവർക്കില്ല. മറിച്ച് എത്രയും പെട്ടെന്ന് ഖളാ വീട്ടണം. റമളാൻ കഴിഞ്ഞുള്ള മാസങ്ങളിൽ എത്രയും പെട്ടെന്ന് ഖളാ വീട്ടണം. പെരുന്നാൾ ദിവസത്തിൽ ഖളാ വീട്ടാൻ പറ്റൂല. ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, അതേപോലെ അയ്യാമുത്ത ശരിയക്ക്, വലിയ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം 11, 12, 13 ദിവസങ്ങൾ ഖളാ വീട്ടാൻ പറ്റൂല. അത് സന്തോഷിക്കേണ്ട ദിവസമാണ്, ഭക്ഷണം കഴിക്കേണ്ട ദിവസമാണ്. അന്ന് നോമ്പ് നോക്കാൻ പറ്റില്ല. ഇതല്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതുപോലെ ഖളാ വീട്ടാതെ അങ്ങ് മരിച്ചുപോയി, ഖളാ വീട്ടണമെന്ന് തീരുമാനിച്ചിരുന്നു, ഖളാ വീട്ടുന്നതിന് മുമ്പ് അങ്ങ് മരിച്ചുപോയാൽ അവൻ്റെ തരിക്കത്തിൽ നിന്ന്, അവൻ ഉപേക്ഷിച്ച വസ്തുക്കളിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് ഓരോ ദിവസവും, ഓരോ നോമ്പിനും 2 മുദ്ദ് ഭക്ഷണം കൊടുക്കണം. കാരണമില്ലാതെ നോമ്പ് നഷ്ടപ്പെടുത്തിയവർ 2 മുദ്ദ് ഭക്ഷണം. ഒന്നാമത്തെ ഭക്ഷണം പിന്തിപ്പിച്ചതിന് വേണ്ടിയാണ്. എത്രയും പെട്ടെന്ന് ഖളാ വീട്ടേണ്ടതിന് പകരം പിന്തിപ്പിച്ചു എന്ന കാരണത്തിന് വേണ്ടി 1 മുദ്ദ്, മറ്റൊരു മുദ്ദ് നഷ്ടപ്പെടുത്തി, നോമ്പ് നഷ്ടപ്പെടുത്തിയല്ലോ, അതിൻ്റെ പേരിലും 1 മുദ്ദ്. അപ്പോൾ ഇങ്ങനെ 2 മുദ്ദുകൾ, ഒന്ന് നഷ്ടപ്പെടുത്തിയതിന് വേണ്ടിയിട്ടും ഒന്ന് പിന്തിപ്പിച്ചതിന് വേണ്ടിയിട്ടും. നേരെ മറിച്ച് കാരണത്തോടുകൂടെയാണ് നോമ്പ് നഷ്ടപ്പെടുത്തിയതെങ്കിൽ ഫവാത്തിന് വേണ്ടി മാത്രം മുദ്ദ് കൊടുത്താൽ മതി. അതല്ലാതെ പിന്തിപ്പിച്ചതിന് വേണ്ടി മുദ്ദ് കൊടുക്കേണ്ടതില്ല. അപ്പം അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ബാധ്യത നമ്മുടെ തലയിൽ നിന്ന് ഊരൂല എന്നുള്ള ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ഫിദിയ എന്ന് പറയുന്നത്. അതാണ് ഈ മുദ്ദെന്ന് പറയുന്നത്. ഫിദിയ കൊടുക്കേണ്ട ഒരുപാട് പേരുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കാരണം കൂടാതെ നോമ്പ് നഷ്ടപ്പെടുത്തുകയും അടുത്ത റമളാൻ എത്തിയിട്ടും ഖളാ വീട്ടാതിരിക്കുകയും പിന്നെ പിന്തിപ്പിച്ചതിൻ്റെ പേരിൽ മുദ്ദ് കൊടുക്കേണ്ടി വരും. അതാണ് ഫിദിയ എന്ന് പറയുന്നത്. ഫിദിയ, കഫാറത്ത് എന്ന് പറയുന്ന പ്രായശ്ചിത്തങ്ങൾ ഇസ്ലാമിലുണ്ട്. കഫാറത്ത് എന്ന് പറയുന്നത് വലിയ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന വഴി നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ഈ ഖളാവും ഫിദിയയും നമുക്ക് നിർബന്ധമാകുന്ന സാഹചര്യങ്ങളാണ്.
ഈ പറഞ്ഞ വിഷയങ്ങൾ. അതുപോലെ മറ്റൊന്നാണ് ഇംസാക്ക്. ഇംസാക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക. എനിക്കിന്ന് നോമ്പില്ല, കാരണമില്ലാതെ നോമ്പ് നഷ്ടപ്പെട്ടു, കാരണത്തോടുകൂടെയല്ല. ഞാൻ പറഞ്ഞല്ലോ, മെഡിസിനും കഴിക്കൽ നിർബന്ധമായ സാഹചര്യങ്ങൾ വന്നാൽ അത് കഴിക്കാതിരിക്കാൻ പറ്റൂല. ഭക്ഷണം കഴിക്കൽ നിർബന്ധമായ സാഹചര്യം വന്നാൽ അത് കഴിക്കാതിരിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് മനഃപൂർവ്വം നോമ്പ് നഷ്ടപ്പെടുത്തിയവൻ ഇംസാക്ക് നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചു, മനഃപൂർവ്വം നോമ്പ് ഉപേക്ഷിച്ചു, അങ്ങനെ ചെയ്തവനിക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റൂല, നോമ്പുകാരനെ പോലെ നിൽക്കണം. അങ്ങനെയുള്ള പലരുമുണ്ട്. പകൽ സമയങ്ങളിൽ മെൻസസ് വന്നു, രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം മെൻസസ് വന്നു സ്ത്രീകൾക്ക്. എന്നാൽ ബാക്കിയുള്ള സമയങ്ങളിൽ ഇംസാക്ക് നിർബന്ധമാണ്, പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങളൊക്കെ ഉപേക്ഷിക്കണം. നിർബന്ധമായ സാഹചര്യങ്ങൾ, ദാഹമോ ശക്തമായ ദാഹമോ വിശപ്പോ വന്നാൽ ആ സമയത്ത് കഴിക്കാം എന്നതല്ലാതെ യഥേഷ്ടം സാധാരണ ദിവസത്തെ പോലെ കഴിക്കാൻ പറ്റൂല. അതേപോലെ തന്നെയുള്ള സമയങ്ങൾ യാത്രക്കാരനായാലും നാട്ടിൽ താമസിക്കുന്നവനായാലും ഈ പറയപ്പെട്ട സാഹചര്യങ്ങളൊക്കെ വന്നാൽ, അങ്ങനെ നോമ്പ് മുറിക്കേണ്ടി വന്നാൽ പിന്നെ അവനിക്ക് വലിയ കുഴപ്പമില്ല എങ്കിൽ പിടിച്ചു നിൽക്കൽ നിർബന്ധമാണ്. യാത്രക്കാരൻ അവൻ്റെ യാത്രയിൽ മുറിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ യഥേഷ്ടം ഭക്ഷണം കഴിക്കാം എന്നതല്ല, കഴിവിൻ്റെ പരമാവധി ഇംസാക്ക് നിർബന്ധമാണ്. അപ്പോൾ ഖളാ നിർബന്ധമായവരുണ്ട്, ഫിദിയ നിർബന്ധമായവരുണ്ട്, ഇംസാക്ക് നിർബന്ധമായവരുണ്ട്. ഇതൊക്കെ പ്രത്യേകം വ്യത്യാസം വരുത്തി മനസ്സിലാക്കണം, അത്യാവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായ നിയമങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.